പണം മുടക്കാൻ മടിയുള്ളവരല്ല. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഭക്ഷണത്തിനായിട്ട് അപ്പോൾ അവർക്ക് ഉല്ലസിക്കാനും ആനന്ദിക്കാനും ഉള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളും ഉണ്ടാക്കി കൊടുക്കും. ഒരു വികസന രേഖ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. അറിവ് പ്രകാരം നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇവിടെ വന്ന് ഇത് ജനങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിക്കും. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം കുറിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും 2026 ഏപ്രിലിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിലാകമാനം ഒരു 30-35ഓളം സീറ്റുകൾ നേടുമെന്നൊരു പ്രതീക്ഷ പലയിടത്തും അലയടിക്കുന്നുണ്ട്. ഇത്തവണ എത്ര സീറ്റ് വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ പല മേഖലകളിലും 2ാം സ്ഥാനത്തേക്കും ഒക്കെ തന്നെ BJPക്ക് കഴിഞ്ഞ തവണ കടന്നു വരാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ 1ാം സ്ഥാനത്തേക്ക് ഇത്തവണ എത്തുമെന്ന പ്രതീക്ഷ എത്രത്തോളമാണ്? പ്രതീക്ഷയ്ക്ക് കുറേയധികം കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭയുടെ കണക്ക് വെച്ച് നോക്കിയാൽ 11 ഇടങ്ങളിൽ BJP 1ാം സ്ഥാനത്തും 8-9 ഇടങ്ങളിൽ നമ്മൾ 2ാം സ്ഥാനത്തും വളരെ നേരിയ വ്യത്യാസത്തിൽ ഒരു 9 സ്ഥലത്ത് 3ാം സ്ഥാനത്തുമായിട്ടുണ്ട്. അങ്ങനെ എടുത്താൽ 28ഓളം സ്ഥലങ്ങളിൽ 29ഓളം സ്ഥലങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊന്ന്. 2, ഇപ്പോഴത്തെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു ആവേശം. 3, ഇതൊന്നുമല്ലാത്തൊരു വസ്തുത വരാൻ പോകുന്നുണ്ട്. SIR നമ്മൾ പറയാറുണ്ട്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അതാദ്യമായിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ബീഹാറിലായിരുന്നു. അതിൻ്റെ എഫക്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ BJP പോലും കരുതാതെ, അതായത് 243 സീറ്റിൽ 202 സീറ്റോടുകൂടി ഒരു സുനാമിയോടുകൂടിയാണ് അവിടെ BJP ഭരണത്തിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ 12 സംസ്ഥാനങ്ങളിൽ SIRൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫെബ്രുവരി അവസാനത്തോടുകൂടി പുതിയ പട്ടിക വരും. ഇപ്പോൾ കരട് പട്ടികയിൽ തന്നെ ഏകദേശം 25 ലക്ഷം പേരാണ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. അതിൽ ഏതാനും മാറ്റങ്ങളൊക്കെ വരും. കാരണം പലരുടെയും പേരുകൾ രജിസ്റ്റേർഡ് അല്ലാത്തവരൊക്കെ അതിനകത്ത് കയറും. എന്നാലും ശരാശരി ഒരു 12 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയ്ക്ക് ആൾക്കാർ പോയാൽ ചിലപ്പോൾ ഒരു 10,000 മുതൽ 20,000 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പുറത്താവും. അതാരുടെ വോട്ടായിരിക്കും പോകാൻ പോകുന്നതാണ് വലിയൊരു വിഷയം. അത് വോട്ടർമാരായിരിക്കുമോ എന്നൊരു ചോദ്യവും കൂടിയുണ്ട്. അതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇതുവരെ ആരായിരുന്നു? ഇടതും വലതുമാണെങ്കിൽ ഈ പുതിയ SIR വന്ന് അതായത് ഇത് വോട്ടർ പട്ടികയൊന്നും ശുദ്ധീകരിക്കുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. യഥാർത്ഥ വോട്ടർമാർ മാത്രമാകും ആ ലിസ്റ്റിൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് BJP ആവാനാണ് സാധ്യത. അതുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം നമുക്ക് പ്രവചിക്കാനാവാത്ത രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് ഇത്രയധികം വലിയ വിജയം നേടിയിരിക്കുന്നു, 50 താമര വിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ 50 താമരകളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ഈ കൗൺസിലർമാർ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമോ? അവരുടെ മണ്ഡലങ്ങൾ കീഴടക്കാനായി സാധിക്കുമോ? തിരുവനന്തപുരത്ത് എവിടേക്കാണ് പ്രതീക്ഷയുള്ളത്? കണക്കുകൾ വെച്ച് 4 സ്ഥലത്താണ് സാധ്യത: നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, സെൻട്രൽ. അത് മാത്രമല്ല, ഇതിനകത്ത് വരാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വികസന രേഖ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. അറിവ് പ്രകാരം നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇവിടെ വന്ന് ഇത് ജനങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്: കേന്ദ്ര സർക്കാരിൻ്റെ നേരെ ഇന്ന് വരെ ഒരു രൂപയുടെ അഴിമതി ആരോപണം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. നമ്മൾ അഴിമതി എന്നുള്ള കാര്യം കേന്ദ്രവുമായിട്ടുള്ളത് മറന്നു കഴിഞ്ഞു. ഒരു കാലത്ത് കേന്ദ്രം എന്ന് പറഞ്ഞാൽ അഴിമതിയെപ്പറ്റി മാത്രമേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നുള്ളൂ. അതിലെ പൂജ്യങ്ങളുടെ കണക്ക് പോലും എടുക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് ഇന്ന് ഒരു അതിശക്തവും എന്നാൽ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളൊരു മന്ത്രിസഭയാണ് ശ്രീ നരേന്ദ്രമോദി നയിക്കുന്നതെന്ന് ശത്രുക്കൾക്ക് പോലും അറിയാം. മാത്രമല്ല, ഇന്നിപ്പോൾ നമുക്കൊരു മേയറുണ്ട്, നമ്മുടെ ഭരണം കയ്യിലിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഇന്ന് വരെ ഇവിടുന്ന് ചോദിക്കാറില്ലായിരുന്നു. ഇതിന് മുൻപത്തെ ഭരണകൂടം കൊടുക്കുന്നതിന് വാങ്ങിച്ച് സ്റ്റിക്കർ മാറ്റി സ്വന്തം പേരിലാക്കുന്നതായിരുന്നു ഇതുവരെയുള്ള ചരിത്രം. ഇനിയിപ്പോൾ അതല്ല, ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചോദിക്കുന്നതിനപ്പുറം കൊടുത്തു നിൽക്കുന്ന കൈയാണ്. അതുകൊണ്ട് ആ വികസനത്തിൻ്റെ തുടക്കം എന്തായാലും അടുത്തൊരു 1-2 മാസത്തിനകത്ത് നമ്മൾ കണ്ടു തുടങ്ങും. അതും ജനങ്ങളിൽ വലിയൊരു വിശ്വാസത്തിന് ഇടകൊടുക്കും. അതുകൊണ്ട് ഈ ഓരോ കൗൺസിലർമാരും, ഈ ജയിച്ചിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ മണ്ഡലത്തിൽ അത് കാണിക്കുക, തെളിയിക്കുക. അതായിരിക്കും അടുത്ത ഇലക്ഷനിലെ വലിയൊരു പ്രധാന ഘടകം BJPയുടെ ജയത്തിലോട്ട് നയിക്കാൻ പോകുന്നത്. ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്, തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചതാണ്, വട്ടിയൂർക്കാവിൽ താങ്കളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. പാർട്ടി അങ്ങനെ ഒരു ചുമതല താങ്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും? വട്ടിയൂർക്കാവ് ജയസാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണോ BJPയെ സംബന്ധിച്ച്? 100% ജയസാധ്യതയുള്ള മണ്ഡലമാണ്. 2, 25 കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ്. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും ഭാര്യയുടെ കുടുംബവും എൻ്റെ ഓഫീസൊക്കെ വട്ടിയൂർക്കാവിലാണ്.
ഇതിന് പുറമെ നമുക്കിവിടെ ബൂത്ത് തലം 172 ബൂത്തുകളാണ്. ഓരോ ബൂത്തും എനിക്കറിയാം. അതിന് മുകളിൽ ഏരിയ ആയിക്കോട്ടെ, മണ്ഡലമായിക്കോട്ടെ, ഓരോ മണ്ഡലം പ്രസിഡന്റും ഏരിയ പ്രസിഡന്റുമായിട്ട് നിത്യബന്ധത്തിലിരിക്കുകയാണ്. പിന്നെ സംഘവുമായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത ബന്ധം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ഒരു പ്രവൃത്തി മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഓരോ പൊതുപ്രവർത്തകനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അവനവൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഗുണവശം എന്ന് വെച്ചാൽ, ഒന്ന്, പാർട്ടിക്ക് സോളിഡായിട്ട് വോട്ട് ഇവിടെ ഉണ്ട്. രണ്ട്, പാർട്ടിക്ക് അതീതമായി നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് അനുകൂലമാവും. പിന്നെ ഇതിനകത്തൊക്കെ ഒരു വലിയ ഘടകം എന്ന് വെച്ചാൽ, ഇന്ന് ജെൻസികൾ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവരുടെ പ്രശ്നങ്ങൾ ആരും പരിഹരിക്കുന്നില്ല, അവരുമായിട്ടൊരു ബന്ധവുമില്ല. അവിടെ ദൈവമായിട്ട് എനിക്ക് 4 മക്കളെ തന്നിരിക്കുന്നു. ഇളയാൾക്ക് 20ഉം മറ്റേയാൾക്ക് 30ഉമാണ്. അപ്പോൾ ഇവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതും, അപ്പോൾ അവരും ജെൻസിയുമായിട്ട്, അവർ ജെൻസിയുടെ ഭാഗമാണ്. അപ്പോൾ അവരുടെ അച്ഛൻ എന്നുള്ളത് എനിക്ക് എന്നും ഒരു അഡ്വാൻറ്റേജാണ്. മാത്രമല്ല ഇന്ന് ഒരു കൊച്ചുമോനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങളുടെ പേരിലൊരു വ്യാജ കേസും എല്ലാം ഉണ്ടാക്കി ഞങ്ങളെ വല്ലാതെ ദ്രോഹിച്ചൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് മകള് 9 മാസം ഗർഭിണിയായിട്ടിരിക്കുകയായിരുന്നു. ഇവൻ അകത്ത് കിടന്ന് വല്ലാതെ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നിരിക്കാം. ഇവൻ്റെ ജനനം പോലും ജനങ്ങൾക്ക് അത് അവരെ വലിയ സ്നേഹിച്ചു, അവർ വലിയ താല്പര്യം കാണിച്ചു, അവരുടെ ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം ഓരോരുത്തരെ നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കും. എന്തെന്ന് വെച്ചാൽ ജെൻസിയിലോട്ടും, അതും കഴിഞ്ഞപ്പോൾ ആൽഫയും ബീറ്റയുമായി ജനറേഷൻ. അപ്പോൾ ബീറ്റയിലാണ് നമ്മുടെ ഏറ്റവും ഇളയ ആൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ജെൻസികളുടെ പ്രശ്നങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പിതാവാണ് ഞാൻ. ഇത് അവർക്കും അറിയാം. അവർക്കാണെങ്കിൽ വോട്ടിങ്ങിൽ വലിയ താല്പര്യമില്ലാതെ വരികയാണ്. അപ്പോൾ അവരും ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യും. ആ വോട്ടുമെല്ലാം വ്യക്തിപരമായി നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ യുവാക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ പറയുന്നതാണ്, രാഷ്ട്രീയം വലിയ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ഈ ജെൻസി യുവാക്കളുണ്ട്, യുവതി യുവാക്കളുണ്ട്. അവർക്കൊന്നും രാഷ്ട്രീയം താല്പര്യമില്ല. ആർക്ക് വോട്ട് ചെയ്താലും എന്താണ് പ്രയോജനം? ഇത്തരത്തിലുള്ളൊരു ചോദ്യമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ, യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം അത് വലിയ തോതിൽ എടുത്തു പറഞ്ഞതാണ്. അതാണ് BJP കൂടുതൽ അനുകൂലിച്ചത് എന്നൊരു വാദം കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം യുവാക്കൾ BJPയിലേക്ക് മാറുന്നത്? കാരണം യുവാക്കളുടെ മനസ്സ് രാഷ്ട്രീയ നേതാക്കൾ കൃത്യമായിട്ട് പഠിക്കുന്നില്ല. കാരണം അവരെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നാണ് വേഗത, സ്പീഡുണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങൾക്കും. നല്ല ഫിനിഷ്, അതായത് ഭംഗിയുള്ളതായിരിക്കണം. ഈ മൊബൈൽ ഫോൺ അവർ വാങ്ങിക്കുമ്പോൾ ഉദാഹരണത്തിനെടുത്താൽ അവർ നോക്കുന്ന അതിൻ്റെ ക്യാമറ എത്ര ഭംഗിയുണ്ട്, കയ്യിലെടുത്ത് ഹോൾഡ് ചെയ്ത് പോകുമ്പോൾ ആൾക്കാർ നോക്കുമോ, ചോദിക്കുമോ, ഇത്തരം കുറേ കാര്യങ്ങളുണ്ട്. യുവാക്കൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അവർക്ക് അവരുടേതായ സ്പേസ് വേണം. ഇപ്പോൾ അവർക്ക് പണം മുടക്കാൻ മടിയുള്ളവരല്ല. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഭക്ഷണത്തിനായിട്ട് അപ്പോൾ അവർക്ക് ഉല്ലസിക്കാനും ആനന്ദിക്കാനും ഉള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തി എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നേരത്തെ ശ്രദ്ധ ചെലുത്തി നോക്കണം? ഉദാഹരണത്തിന് ട്രെയിനുകൾ നമ്മൾ ഇത്രയും കാലം സഞ്ചരിച്ചു. ട്രെയിനിൻ്റെ ടോയ്ലറ്റിൽ പോകാൻ വയ്യ, ട്രെയിനിന് സ്പീഡില്ല, ട്രെയിനിന് ഭംഗിയില്ല. അതേസമയം ഒരു വന്ദേ ഭാരത് ഇറക്കി കൊടുത്തു. എന്നെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതെങ്കിലും ചെറുപ്പക്കാർ പണ്ട് ഏതെങ്കിലും ട്രെയിൻ പോകുമ്പോൾ സെൽഫി എടുക്കുന്നത് കാണാറുണ്ടോ? ഇല്ല. ഇന്ന് എല്ലാവരും വന്ദേ ഭാരത് വരുമ്പോൾ ഒരു സെൽഫി എടുത്തിരിക്കും. അതിനകത്ത് നല്ല ഭംഗിയുള്ള, സുഖമുള്ള, ഏറ്റവും വൃത്തിയോടുകൂടി ഭക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെയാണ് ചെറുപ്പക്കാർക്ക് വേണ്ടത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു, ഞാൻ ഭരണത്തിൽ വന്നാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. അതായത് പണ്ട് പറയുമല്ലോ, നമ്മളെല്ലാം ഇന്ന് ഭൂമിയുടെ കസ്റ്റോഡിയൻസാണ്, അവകാശികളാണ്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു അതാണ് ഭാവി തലമുറയ്ക്ക് ഗുണം ചെയ്യേണ്ടത്. നമ്മുടെ മുൻപേ പോയവർക്ക് കുറച്ച് പേർ നല്ലത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കുറേ അനുഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കണം, അടുത്ത തലമുറയ്ക്ക് എനിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, അവരുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണം, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടികളുടെ പരീക്ഷ സമയത്ത് അദ്ദേഹം വന്ന് കുട്ടികളോട് സംവദിക്കും. കാരണം കുട്ടികളിൽ നല്ലൊരു ശതമാനം പേർക്ക് ഭയമുണ്ട് പരീക്ഷ എഴുതാൻ പോകും. ആ ഭയത്തെ എങ്ങനെ അകറ്റാം? ഇതെല്ലാം ജെൻസികളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്ന് അവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് അവർ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്ത് തുടങ്ങിയത്. ഇത് വടക്കേ ഇന്ത്യയിൽ നേരത്തെ തുടങ്ങി. അവിടെ ഈ യുവാക്കളുടെ വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ന്യായമുണ്ട്. ഞാൻ എന്തിന് വോട്ട് ചെയ്യണം? എനിക്കെന്താണ് നിങ്ങൾ തരുന്നത്? അപ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എല്ലാവരും വോട്ട് ചെയ്യണം. പക്ഷേ അവരുടെ മനസ്സിനകത്ത് ഈ ചോദ്യത്തിന് ഉത്തരം ഒരളവ് വരെ നരേന്ദ്രമോദി പരിഹരിച്ചതുകൊണ്ടാണ് BJPക്ക് വോട്ട് കിട്ടുന്നത്. അത് ഇവിടുത്തെ ഓരോ കൗൺസിലർമാരും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഓരോ പ്രവർത്തകരും അത് കണ്ട് പ്രവർത്തിച്ചാൽ നാളെ കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഈസ് BJP.